Hi dear students, this presentation is from the second module of the subject Advanced Energy Engineering. In the last presentation we were discussing about the non-concentrating type solar collectors and we have seen the working of the flat plate collector there. In this presentation we will be discussing about the second important type of non-concentrating type collectors, that is evacuated tube collectors, which is having much better performance as compared to the flat plate collectors. Actually, evacuated tube collectors are made up of a single or multiple rows of parallel transparent glass tubes supported on a frame connected to a header pipe. Okay, ഇതുള്ളത് ആക്ച്വലി കുറേ പാരലൽ ട്യൂബ്സ് ആണ് ഈ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു ട്യൂബ് എന്ന് പറയുന്നത് ഫുൾ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടറിലൊരു സിലിണ്ട്രിക്കൽ ട്യൂബ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ചെറിയ ഡയമീറ്റർ വേറൊരു ട്യൂബും ഉണ്ടാവും. രണ്ടിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ദർ വിൽ ബി എ സ്മോൾ ഗ്യാപ്പ്. മനസ്സിലായില്ലേ? ആ ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഇവാക്വേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ട്യൂബിൻ്റെ രണ്ട് എൻഡും ഒന്നുകിൽ ഒരെൻഡെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ രണ്ട് എൻഡും എന്ത് ചെയ്തിട്ടുണ്ടാവും? സീൽ ചെയ്തിട്ടുണ്ടാവും. അത് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം? അതിലേക്ക് പിന്നെ എയറിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ കോൺസെൻട്രിക് ആയിട്ടുള്ള രണ്ട് ട്യൂബ്സ്, അതാണ് ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടർ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ സീരീസ് ഓഫ് ട്യൂബ്സ് പാരലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഔട്ട്ലെറ്റ് ഇതിൻ്റെ ഒരു കോമൺ ഹെഡർ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളായിട്ട് ഫിഗറായിട്ട് കാണിച്ചിട്ടാണെങ്കിൽ ഏകദേശം ഈ ഒരു മോഡലുണ്ട്. ഇതൊക്കെ ഓരോ കോൺസെൻട്രേറ്റിംഗ് ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ്. ഇതൊരു ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടറാണ്, ഇതൊരു ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടറാണ്, ഇതൊരു ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടറാണ്, ഇതൊരു ഇവാക്വേറ്റഡ്. ഇങ്ങനെ കുറേ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സിനുള്ള ഫ്ലൂയിഡ് അടുത്തേക്ക് കണക്ട് ഒരു കോമൺ ഹെഡർ പൈപ്പ്. ഇത് ആക്ച്വലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഇവാക്വേറ്റഡ് ട്യൂബ് ടൈപ്പ് കളക്ടറിന് രണ്ട് ക്ലാസിഫിക്കേഷൻ. അതിൽ ഹീറ്റ് പൈപ്പ് വരുന്നതിനാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വരിക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് ഹെഡർ പൈപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഹീറ്റായിട്ട് വരുന്ന വാട്ടർ ആണെങ്കിൽ വാട്ടർ എന്താണോ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഹീറ്റായിട്ട് വരുന്നതിന് ക്യാരി ചെയ്തുകൊണ്ട് പോകാനില്ലാണ് ഹെഡർ പൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ സപ്ലൈ ഒരു സൈഡിലൂടെ ഇൻലെറ്റും കൊടുക്കാൻ, ഒരു സൈഡിലൂടെ ഔട്ട്ലെറ്റും വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് ഹെഡർ പൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സപ്ലൈക്കും ഔട്ട്ലെറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ഓരോ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സും അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. Anyway, in simple, evacuated tube collectors are made up of single or multiple rows of parallel transparent glass tubes supported on a frame connected to a header pipe. Each tube varies in diameter from 25 mm to 75 mm and in length between 1500 mm to 2400 mm. നോർമലി ഇതാണ് അതിൻ്റെ റേഞ്ച്. 4 ഇഞ്ച് ടു 8 ഇഞ്ചും അതുപോലെ ലെങ്ത്ത് 1500 mm to 2400 mm. ഈച്ച് ട്യൂബ് കൺസിസ്റ്റ് ഓഫ് എ തിക്ക്. ഇനി ഓരോ ട്യൂബിനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞു ഈ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ട്യൂബ്സ് ഇങ്ങനെ പാരലലി കണക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒരു ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ട്യൂബ് ഉണ്ടാവും. ഓക്കെ, ഈച്ച് ട്യൂബ് കൺസിസ്റ്റ് ഓഫ് എ തിക്ക് ഗ്ലാസ് ഔട്ടർ ട്യൂബ് ആൻഡ് എ തിന്നർ ഗ്ലാസ് ഇന്നർ ട്യൂബ്. നോക്കട്ടെ, പുറത്തൊരു തിക്ക് ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ അധികം തിക്കല്ലാത്ത തിന്നറായിട്ടുള്ളൊരു ഇന്നർ ട്യൂബ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഈച്ച് ട്യൂബ് കൺസിസ്റ്റ് ഓഫ് എ തിക്ക് ഗ്ലാസ് ഔട്ടർ ട്യൂബ് ആൻഡ് എ തിന്നർ ഗ്ലാസ് ഇന്നർ ട്യൂബ് കോൾഡ് എ തെർമോ ഫ്ലാസ്ക് ട്യൂബ്. എന്തുകൊണ്ടാണ് തെർമോ ഫ്ലാസ്ക് ട്യൂബ് എന്ന് പറയുന്നത്? ഏകദേശം തെർമോ ഫ്ലാസ്കിൻ്റെ അതേ ഫംഗ്ഷനാണ് ഇവിടെയും നടക്കുന്നത്. തെർമോ ഫ്ലാസ്കിൽ നമ്മൾ ചൂട് പിടിച്ചു നിർത്താൻ വേണ്ടി തെർമോ ഫ്ലാസ്കിൽ ചായയൊക്കെ വെച്ച് വെക്കുന്നത്. അതിൻ്റെ ഔട്ടറിൽ എന്താണ്? ഒരു കോട്ടിംഗ് ഉണ്ടാവും. അതിൻ്റെ ഇന്നറിൽ വേറൊരു ചായ ഒഴിക്കുന്ന ഭാഗത്ത് ഗ്ലാസിൻ്റെ വേറൊരു കോട്ടിംഗ് ആണ്. അതിൻ്റെ ഇടയിലുള്ള ഭാഗം ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു ഗ്യാപ്പാണുള്ളത്. അവിടെ എന്താണ്? വാക്വം ആണുള്ളത്. എന്തുകൊണ്ടാണ്? വൈ വി ആർ ഗോയിങ് ഫോർ വാക്വം? വാക്വം ഈസ് ദ ബെസ്റ്റ് ഇൻസുലേറ്റർ അല്ലേ? വാക്വത്തിലൂടെ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. സോ ദാറ്റ് ഇറ്റ് ആക്ട് ആസ് എ ബെസ്റ്റ് ഇൻസുലേറ്റർ. ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ഗോ ഫോർ ദി വാക്വം ഇൻ ബിറ്റ്വീൻ ദീസ് ട്യൂബ്സ്. നോർമലി നമ്മൾ പറയുന്നത് ഇപ്പം ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിലാണെങ്കിൽ എന്താ? കളക്ടർ പ്ലേറ്റിൻ്റെ അടിയിലൊക്കെ എന്താണ്? നമ്മൾ നോർമൽ ഇൻസുലേഷനാണ് കൊടുത്തിട്ടുണ്ടാവുക. സാധാരണ ഇൻസുലേറ്റിംഗ് കൊടുക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. തെർമോക്കോളോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായാലും കണ്ടക്ഷൻ ലോസ് കുറവാണെങ്കിൽ പോലും കൺവെക്ഷനും റേഡിയേഷൻ ലോസും കൂടുതലായിരിക്കും. പക്ഷേ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടേഴ്സിലാകുമ്പോൾ ലോസ് എന്താണ്? കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഈ റേഡിയേഷൻ ഉള്ളിലേക്ക് പോയിട്ട്, ഉള്ളിലാണല്ലോ ഹീറ്റ് ആവേണ്ടത്. അപ്പോൾ ഈ വാക്കത്തിലൂടെ കടന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്, പക്ഷേ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇറ്റ് ആക്ട്സ് ആസ് ഇൻസുലേറ്റർ. അപ്പോൾ അതിലൊരു ലോജിക് ഇല്ലാണ്ട്. ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഈസ് the sunlight direct radiation coming from the earth is having a shorter wavelength which will directly transmit through the glass plates and vacuum itself. But once it is reflected back, ഒരു സ്ഥലത്ത് എത്തിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ the reflective radiation or rays will have a higher wavelength. അപ്പോൾ കൂടിയ wavelength ആണ്. So it is based on the wavelength. Shorter wavelengths are easily transmitted through the vacuums and glass tubes, but higher wavelength radiation will not be transmitted or it is reflected back itself. അപ്പോൾ ആ വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് പുറത്ത് പോകാൻ പറ്റില്ല. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഗ്ലാസ്സിലൂടെ ലോവർ വേവ് ലെങ്ത്തിലുള്ള എന്ത് സംഭവിക്കും? ലൈറ്റ് റേസ്
കളക്ടർ പ്ലേറ്റിലേക്ക് പോകും. കളക്ടർ പ്ലേറ്റിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, അതിൻ്റെ വേവ് ലെങ്ത് മാറി ഹയർ വേവ് ലെങ്ത്തിലേക്ക് മാറും, അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ ആ റേഞ്ചിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും, അതിന് പുറത്തോട്ടേക്ക് പോകാൻ പറ്റില്ല. സെയിം അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റിലും സെയിം സാധനമാണ് സംഭവിക്കുന്നത്. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലൊരു ലെയർ പോലെയുള്ള ഓസോൺ ലെയർ ഉണ്ട്. അപ്പോൾ അവിടെ തട്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഈ എർത്തിലേക്ക് റേഡിയേഷൻ ഈ ഗ്രീൻ ഹൗസിൻ്റെ ആ ലെയറിലൂടെ ഇങ്ങോട്ടേക്ക് വരും, ഓസോൺ ലെയറിലൂടെ ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ നേരെ തിരിച്ച് എർത്തിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്തായി, ഹൈ ആയി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യില്ല, തിരിച്ച് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ തന്നെ തട്ടിയിട്ട് ഉള്ളിലോട്ടേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുന്നത്. ഓക്കെ, അപ്പോൾ അതേ പ്രിൻസിപ്പിളാണ് ഇവിടെയും. അപ്പോൾ വരുമ്പോഴുള്ള വേവ് ലെങ്ത് എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ വേവ് ലെങ്ത്തിൻ്റെ ഡിഫറൻസ് ആണ് ഈ ഇൻ ബിറ്റ്വീൻ വാക്വത്തിന് എന്താക്കി മാറ്റുന്നത്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാക്കി മാറ്റുന്നത്. ഈച്ച് ട്യൂബ് കൺസിസ്റ്റ് ഓഫ് തിക്ക് ഗ്ലാസ് ഔട്ടർ ട്യൂബ് ആൻഡ് തിന്നർ ഇന്നർ ട്യൂബ് called a thermoflask tube, which is covered with a special coating that absorbs solar energy but inhibits heat loss. The tubes are made of borosilicate soda lime glass, which is strong resistant to high temperature and has a high transmittance for solar irradiation. Okay, അപ്പോൾ സോളാർ റേഡിയേഷന് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തെർമൽ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. സോ യൂഷ്വലി ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബോറോസിലിക്കേറ്റ് ആൻഡ് സോഡ ലൈം ഗ്ലാസ്. ഓക്കെ, air is removed or evacuated from the space between these two. See, the space between these two is evacuated or vacuum is created in between, forming a vacuum. Hence the name evacuated tubes. This vacuum acts as an insulator during any heat loss significantly to the surrounding atmosphere, either through the convection or radiation, making the collector much more efficient than the flat plate collectors. So that is the reason why evacuated tube collectors are much more efficient than the flat plate collector. The losses from the flat plate collector is very high as compared to the evacuated tube collector. Here loss will be very less, or we can say there won't be any loss. അത്രയും കുറവായിരിക്കും, കാരണം evacuated space ഉള്ളതുകൊണ്ട്. Inside each glass tube, a flat or curved aluminum copper fin is attached at the center. നമുക്കറിയാം സോളാർ റേഡിയേഷൻ വന്നു, ഈ പുറത്തുള്ള ഔട്ടർ ട്യൂബിലൂടെ കടന്നു, ഈ വാക്വം സ്പേസിലൂടെയും കടന്നു, ഇന്നർ ട്യൂബും കടന്ന് ഉള്ളിലെത്തി. We have to absorb that heat energy, then only we have to absorb that radiation, electromagnetic wave, and we have to convert it into heat energy. For that purpose we will be always using the absorbent material. Usually the absorbent material will be aluminum or copper coils. Okay, copper sheets will be used as the absorbent material. Absorbing plate ആയിട്ട് കോപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് വേണം, ഈ ട്യൂബിൻ്റെ ഉള്ളിൽ, ഹിയർ യു ക്യാൻ സീ ഇൻസൈഡ് ദിസ് ട്യൂബ്, ദിസ് ലോവർ പോർഷൻ താഴെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ താഴെ കാണിച്ചിരിക്കുന്നത് ഒരു സർക്കിളും ഇതുമില്ലേ, ഇതാ ഇവിടെ ഏറ്റവും അടിയിൽ കാണിച്ചിരിക്കുന്നത്. I'll show you. Okay, this one. 1 minute. This one. Okay. In this ഇത് ആക്ച്വലി ഈ ഒരു ട്യൂബിൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുന്നില്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ യു ക്യാൻ സി ഇൻസൈഡ് ദർ ഇസ് എ ഫ്ലാറ്റ് പ്ലേറ്റ്, ഒരു ഗ്രേ കളറിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഇൻസൈഡ് സി ദിസ് ഇസ് ദ ഫ്ലാറ്റ് പ്ലേറ്റ്. ഇങ്ങനെ അങ്ങത്തോളം അതിൻ്റെ ഉള്ളിൽ വരെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഫ്ലാറ്റ് പ്ലേറ്റ്, ഒരു ഗ്രേ കളറിൽ കാണാൻ പറ്റുന്ന ഒരു പരന്നിട്ടൊരു സാധനം കാണുന്നില്ലേ, ട്യൂബിൻ്റെ ഏറ്റവും ഇന്നർ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു പ്ലേറ്റ് ഉണ്ടാവും. ആ പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഈ സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ആയിട്ട് ചെയ്യുന്നത് അബ്സോർബ് പ്ലേറ്റ് ആണത്. ഇൻസൈഡ് ഈച്ച് ഗ്ലാസ് എ ഫ്ലാറ്റ് ഓർ കേർവ്ഡ് അലൂമിനിയം ഓർ കോപ്പർ ഫിൻ ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദ സെൻറ്റർ. ആക്ച്വലി ഇറ്റ് ഇസ് എ ഷീറ്റ്. അപ്പോൾ എന്താണ്, ഒരു ഫിന്ന് പോലെ ആക്ട് ചെയ്യുന്നത്. The fin is covered with the selective coating that transfer heat to the fluid that is circulating through the pipe over the plate. അപ്പോൾ ഈ പ്ലേറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാകും, സ്പെഷ്യൽ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാകും റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്ലേറ്റ് എന്താവും, ഹൈ ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ മുകളിലാണ് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ട്യൂബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റത്തില്ല, ഒരു ഓറഞ്ച് കളർ ട്യൂബ് അതിൻ്റെ മുകളിൽ കാണുന്നില്ലേ. അപ്പോൾ ആ ട്യൂബ് അതിൻ്റെ മുകളിൽ, അപ്പോൾ സ്വാഭാവികമായിട്ട് പ്ലേറ്റിൽ നിന്നുള്ള ഹീറ്റ് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഈ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. യൂഷ്വലി ഇറ്റ് വിൽ ബി എ മെറ്റാലിക് ട്യൂബ് ആയിരിക്കും അതുണ്ടാവും, കോപ്പറിൻ്റെ ഒക്കെ ട്യൂബ് ആയിരിക്കും. അപ്പോൾ ഈ പ്ലേറ്റും കോപ്പറിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ആ ട്യൂബും കോപ്പർ ആയിരിക്കും. അപ്പോൾ ആ ട്യൂബും പ്ലേറ്റിൽ നിന്നുള്ള ഹീറ്റ് അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഈ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ട്യൂബിൻ്റെ ഉള്ളിലൂടെയാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൂയിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ചൂടാവും. ഇതാണ് സംഭവിക്കുന്നത്. Okay, so basically this is the working. Actually it is concentric type tubes will be there, one outer tube, one inner tube, in between spaces evacuated, and inside the inner tube there we will have a separate curved or flat aluminum copper plate attached at the center. Over that plate we will have a tube for circulating the fluid. So that flat or curved aluminum or copper fin attached to the center will absorb the thermal radiation, which will convert that into heat energy. So the temperature of the flat plate or fin will increase, which in turn is provided to the
fluid which is circulating through the tube attached over this plate. That is the construction base. Okay. Now coming to classification, usually these evacuated tube collectors are of two types. One is direct flow evacuated tube collector and the second one is heat pipe evacuated tube collector. So either it is direct flow type, otherwise it is of heat pipe evacuated. Heat pipe, if it is heat pipe is used, it will have the better performance compared to the direct flow evacuated tube collectors. Heat pipe നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. Anyway, coming to the direct flow evacuated tube collectors, direct flow evacuated tube collectors are also known as U-pipe collectors. You can see the figure here. This one is the outer tube, concentric tube, and this inner line is the inner tube. In between space is the evacuated space. See, this is the vacuum space, and within that inner space we will have a flat plate. Actually, plate is not shown there. Inside this center portion we will have a flat plate or fin. So on top of that flat plate, a tube is connected like this. Two tubes will be there, one for the inlet flow and one for the outlet flow. End of the tube is connected by a U shape, so that's why it is called U shape, U tube. Okay, so from this side water will be entering, water will be flowing through this concentric metallic pipe. This is metallic pipe. So while it is flowing through this metallic pipe, what happens is inside the concentric tube, the flat plate absorbing material, see, over that flat plate this tube is attached. So that plate or fin will be at a very high temperature due to the by absorbing the heat energy from the solar radiation. So that will be at a high temperature. That heat is provided to the fluid which is passing through this tube. So over that flat plate I have explained early, in that inner plate or inner fin, over that fin there will be a U tube, U-shaped tube connected. So from one side water will be entering, from the other side water will be leaving. So this side cold water is entering, so while it flows through this tube, heat is absorbed from the absorbent plate, and fluid is becoming very hot, and it is finally left outside. So to provide the water as an inlet, we will have a separate supply line, and to collect the outlet from the collector we will have another line. That is, these two comprises that header pipe I have explained in the earlier slide. Okay, so ഇപ്പോൾ ഉള്ളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ വെള്ളം വാട്ടർ ഇതിലേ വരും. ഇതിൻ്റെ ഇടയിൽ ഇതാണ്, ഈ പുറത്ത് കാണുന്ന ഈ ട്യൂബാണ് രണ്ട് കോൺസെൻട്രേറ്റ് ട്യൂബ്, ഔട്ടർ ട്യൂബും ഇന്നർ ട്യൂബും. അതിൻ്റെ ഇടയിൽ ഇവാക്വേറ്റഡ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് എന്ത് വെച്ചിട്ടുണ്ടാവും, പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഈ ട്യൂബ് രണ്ടും ഫിറ്റ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ. അപ്പോൾ ഇവിടുന്ന് വെള്ളം വരും. അപ്പോൾ ആ പ്ലേറ്റ് എപ്പോഴും എന്താവും, ഹൈ ടെമ്പറേച്ചറിൽ, കാരണം റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഹീറ്റ് ഏതിന് കിട്ടും, ഈ ഫ്ലൂയിഡിന് കിട്ടും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് വർക്ക്. ഒരു രണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള ട്യൂബ്, അതിൻ്റെ ഉള്ളിലൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് സെൻറ്ററായിട്ട്, ആ പ്ലേറ്റിൻ്റെ മുകളിൽ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും സംഭവങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ഇവാക്വേറ്റഡ് ആണ്, എല്ലാം സീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താണ്, തെർമൽ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത എനർജിക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. It contains a group of glass tubes, and in the interior of each glass tube there is a flat or curved aluminum fin connected to a metal, generally copper or glass absorber pipe. The aluminum fin is covered with some coating which helps to increase the absorption of solar radiation, however reduces its radioactive heat loss. So radioactive heat loss is reduced by providing the vacuum. They have two pipes running through the center of the tube. One pipe acts as the flow pipe, while the other acts as a return pipe. Both pipes are connected together at the bottom of the tube with a U bend, hence it is called U pipe. Okay, U pipe collectors. The heat transfer fluid is water which circulates all the way through the pipes, one for inlet fluid and the other for the outlet fluid. Okay, this is the figure. ഈ ഫിഗർ വരക്കണം. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ നിങ്ങൾ എക്സാമിന് വരക്കേണ്ട, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എന്താണെന്ന് അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പം ഡയറക്റ്റ് ഫ്ലോ ഇവാക്വേറ്റഡ് ട്യൂബ് കളക്ടർ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. വേറെ ഈ ഫിഗർ പല സ്ലൈഡിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഫിഗർ നിങ്ങൾക്ക് വരക്കാം. Now coming to the second classification, heat pipe evacuated tube collectors. Before explaining this one, we must know what is a heat pipe. Actually, heat pipe is a modified version of the fin. പിന്നെ നമ്മളെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ഭാഗത്തിലും ഒരു സോളിഡ് സാധനമാണ്, ഒന്നിക്കൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും, അല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും, കോണിക്കൽ ഷേപ്പ് ഉണ്ടാവും.
അപ്പോൾ ഒരു ഭാഗത്തു നിന്നുള്ള ഹീറ്റ് കണ്ടക്ട് ചെയ്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഫംഗ്ഷൻ, അത് സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ് ഫിന്നിൻ്റെ ഫംഗ്ഷൻ. ഇവിടെ ആക്ച്വലി ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അപ്പാരറ്റസ് ആണ് ഹീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഹീറ്റ് പൈപ്പിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറ്റ് പൈപ്പിൻ്റെ ഓരോ എൻഡിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യും. അപ്പോൾ അതൊരു ഹോളോ ട്യൂബ് പോലത്തതായിരിക്കും. അപ്പോൾ ലോ റെഫ്രിജറൻറ്റ്, ലോ ബോയിലിംഗ് പോയിന്റിലുള്ള ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ആയിരിക്കും, ഇപ്പോൾ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൽ ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഫ്ലൂയിഡ് പെർമനൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഹീറ്റ് എവിടെയാണ് ഒരു എൻഡിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ആ ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ട് ഫ്ലൂയിഡ് എന്താവും, വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. ആ വേപ്പർ സ്റ്റേറ്റിലേക്ക് ഉള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും, സ്വാഭാവിക വേപ്പർ മുകളിലോട്ടേക്ക് പോകും. മുകളിൽ പോകും, അതർ എൻഡിൽ എത്തുമ്പോൾ സംഭവിക്കും, ആ മറ്റേ എൻഡിൽ എന്തുണ്ടാവും, ഒരു നമുക്ക് ഏത് ഫ്ലൂയിഡാണോ ഹീറ്റ് ചെയ്യേണ്ടത് ആ ഫ്ലൂയിഡ് അതിലൂടെ പാസ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് ഇൻസൈഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലേ. അപ്പോൾ ഈ വേപ്പർ ഏതുമായിട്ട് കോൺടാക്ട് വരും, ഈ പുറത്തുള്ള ഫ്ലൂയിഡുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് അല്ല, ഫ്ലൂയിഡ് ഉള്ളിൽ വേറൊരു ട്യൂബിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും. അപ്പോൾ ഔട്ട്സൈഡിൽ ഈ വേപ്പർ വരും. അപ്പോൾ ഹീറ്റ്, ഈ വേപ്പറിൻ്റെ ഹീറ്റ് ഏതിന് കൊടുക്കും, ഫ്ലൂയിഡിന് കൊടുക്കുമ്പോൾ സ്വാഭാവിക വേപ്പർ എന്താവും, കണ്ടൻസ് ആവും. കണ്ടൻസ് ആയ വേപ്പർ എന്താ ലിക്വിഡ് ഫോമിലൊക്കെ ആയിട്ട് തിരിച്ച് താഴോട്ടേക്ക് വരും. സി ഡ്യൂ ടു ദ ഹയർ ഡെൻസിറ്റി ഇറ്റ് വിൽ ബി മൂവിങ് ഡൗൺവേർഡ്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും എന്താവും, വേപ്പറൈസ് ചെയ്തിട്ട് വേപ്പറായിട്ട് മുകളിലോട്ട്. സോ ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ സൈക്ലിക് പ്രോസസ്. ഫ്രം ദ ബോട്ടം പോർഷൻ ദ ലിക്വിഡ് ഈസ് അബ്സോർബിങ് ഹീറ്റ് and it is getting evaporated. That vapor is moving upward due to the low density. It will automatically move upward, and once it reaches to the topmost portion, it will be exchanging its heat energy to the fluid which is flowing through the tube at the top portion, and it will convert its phase from vapor state to liquid phase. And due to the higher density, this will again move backward, and this cycle is repeated. So what will be the advantage of using a fluid, vaporizing a fluid in a collectors? What will be the advantage? We know that the heat during a phase change, that is what is known as the latent heat. Latent heat value will be very high compared to the sensible heat. ഇപ്പം ഒരു സോളിഡ് ഫിൻ ആണെങ്കിൽ, റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കോപ്പറിൻ്റെ ഒക്കെ ഫിൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ കണ്ടക്ഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ വാട്ട് എവർ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് സെൻസിബിൾ ഹീറ്റ് ഓൺലി. Okay, so comparing to the sensible heat with the latent heat, the value of the latent heat is very high. So ഇവിടെ നമ്മൾ എന്താണ് actually we are extracting latent heat of this fluid used inside. ഞാൻ പറഞ്ഞു മിക്കവാറും ആൽക്കഹോൾ ആയിരിക്കും. അപ്പോൾ ആൽക്കഹോളിൻ്റെ ലാറ്റൻറ്റ് ഹീറ്റാണ് നമ്മൾ എന്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഹീറ്റിംഗ് പർപ്പസിനോട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ദ ലാറ്റൻറ്റ് ഹീറ്റ് ഈസ് വെരി ഹൈ ക്വാണ്ടിറ്റി ആസ് കമ്പയർഡ് ടു ദി സെൻസിബിൾ ഹീറ്റ്. അതുകൊണ്ടാണ് ഇതിന് ഹൈ പെർഫോമൻസ് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻ എ നട്ട്ഷെൽ. ഹീറ്റ് പൈപ്പ് evacuator tube collectors consist of a sealed metal tube with the metal having high thermal conductivity, usually copper tube. So inside that, of course, two evacuated tubes will be there. Inside that evacuated tube, we will have a metallic copper tube. This tube is linked with the black copper absorber plate, just like in the earlier type. Here also we are using a absorber plate inside the evacuated tube. Here also we will have a flat plate collector. Flat plate absorber plate will be there. Over that plate only we will be fixing this metallic tube. This tube is linked with a black copper absorber plate and is kept within a vacuum sealed solar tube. The heat pipe is hollow and the vacuum is created in the space inside. Within the heat pipe, there is some fluid like alcohol or purified water or a mixture of water and alcohol. All these three can be used as the fluid inside the heat pipe, along with special additives in little quantity. ചിലപ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. When solar light falls on the surface of the absorber, the liquid inside turns into vapor. Because of the absence of the air, liquid boils at much lower temperature as there is no heat loss. See here you can see the schematic representation. ഇതിലിപ്പം ഞാൻ പറഞ്ഞു ഹീറ്റ് പൈപ്പിന് രണ്ട് എൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു എൻഡിലാണ് ഹീറ്റ് അബ്സോർവ് ചെയ്യുക, മറ്റേ എൻഡിൽ ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫ്ലാറ്റ്, ഈ ഇവാക്വേറ്റഡ് ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കോട്ടഡ് ബ്ലാക്ക് പെയിൻറ്റ് കോട്ടഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ടാവും. ആ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഈ ഹീറ്റ് പൈപ്പിൻ്റെ ഈ ട്യൂബ്, കോപ്പർ ട്യൂബാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് പൈപ്പിൻ്റെ ലോവർ എൻഡ് എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ അബ്സോർബർ പ്ലേറ്റുമായിട്ട് കോൺടാക്ട് വരുന്ന ഈ ഭാഗമാണ് ലോവർ എൻഡ് എന്ന് പറയുന്നത്. ഈ അപ്പർ എൻഡ് അല്ലേ, മുകളിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഹീറ്റ് എക്സ്ചേഞ്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതാണ് ഞാനിവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കാണിച്ച് ഈ ഒരു ഫിഗറിൽ കാണിച്ച് ഓർക്കുന്നുണ്ടോ. ദിസ് ഇസ് ദ അപ്പർ എൻഡ്. അപ്പർ എൻഡ് ഇവിടെയാണ്, ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിൽ എന്താ ഉണ്ടാവുക, ഈ ഹീറ്റ് പൈപ്പിൻ്റെ ഒരു ഭാഗം അതുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, വേറൊരു ട്യൂബ് കോൺടാക്റ്റിലുണ്ടാവും, അതിലൂടെ എന്ത് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട്. ഈ കോൾഡ് വാട്ടർ ഇതിലേ വന്നിട്ട് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും, ഹോട്ട് വാട്ടർ പുറത്തോട്ടേക്ക് പോകും. ഈ ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ ആകുമ്പോൾ ഹീറ്റ് കിടന്ന് അബ്സോർവ് ചെയ്യുന്നത് ആക്ച്വലി ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ വേപ്പർ സ്റ്റേറ്റ് ഓഫ് ദ റെഫ്രിജറൻറ്റ് യൂസ്ഡ് ഇൻസൈഡ് ദ ഹീറ്റ് പൈപ്പ്. അത് ഇടുന്ന എന്ത് ചെയ്യും, ആ ഹീറ്റ് വാട്ടറിന് കൊടുത്തിട്ട് അതെന്ത് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലേക്കാവും. വേപ്പർ എന്തായി മാറും, ഫേസ് ചേഞ്ച് നടന്നിട്ട് ലിക്വിഡായി മാറും. ആ ലിക്വിഡ് തിരിച്ച് താഴോട്ടേക്ക് തന്നെ വരുവാണ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്.
So this is the simplified figure. Here portion, this is the bottom portion of the heat pipe. From there, the fluid inside the heat pipe will be absorbing the heat from the absorber plate. So it is changing its phase to vapor state. So vapor will be moving upward. In this portion, the heat gained by the vapor is given away to the fluid which is to be heated. Usually this part will be connected to a heat exchanger where the water will be flowing through the heat exchanger. So the heat is given by this vapor state of the alcohol or whatever fluid is used inside this heat pipe, and it will change its phase to the liquid state. So since liquid is having higher density, this will automatically move downward. Okay, അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് സംഭവിക്കും, ഇവിടുന്ന് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വേപ്പർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും, അത് ഇവിടുന്ന് ഹീറ്റ് വാട്ടറിന് കൊടുത്തു കഴിയുമ്പോൾ അത് ലിക്വിഡായി മാറും, ലിക്വിഡ് തിരിച്ച് താഴോട്ടേക്ക് വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ദി ഹീറ്റ് പൈപ്പ്. In this large amount of heat, since it is latent heat, with a very little difference in temperature are moved between the hot and cold interfaces. See, the temperature difference required is very less. വേപ്പറൈസേഷൻ നടക്കുന്ന ഇതിലാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് നടക്കുക അല്ലേ. ഒരു പർട്ടിക്കുലർ പ്രഷറിൽ വേപ്പറൈസേഷൻ നടക്കുന്ന കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും. സോ ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ് പ്രോസസ് വെരി ലെസ്. ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്കിത് എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റും. അറ്റ് ദ ഹോട്ട് ഇൻ്റർഫേസ് വിൽ കോൾ ദിസ് ബോട്ടം പോർഷൻ ആസ് ദി hot interface of the heat pipe. At the hot interface that is connected to the actually hot interface is nothing but absorber plate. A fluid turns into vapor and the gases flows and condenses on the cold interface. Cold interface is nothing but heat exchanger. So at cold interface the vapor will be giving its heat to the fluid which is to be heated. So in that manner we can transfer a very large amount of heat. That is the advantage. See, here we are actually transferring the latent heat. That is the advantage of heat pipe evacuated tube collectors. So this one will have the much better performance compared to the earlier one. Okay, direct evacuated tube collector. Now advantages and disadvantages. Advantages of evacuated tube collectors. Usually like other solar collectors, the evacuated tubes one can collect the sun's energy from the multiple angles. See, നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിൻസ് എന്താണ് സോളാർ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ എന്താണ് സീൽഡ് ആണ് അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മുകളിലുള്ള ഗ്ലാസിൻ്റെ ഭാഗത്തൂടെ മാത്രമേ ഹീറ്റിന് ഉള്ളിലോട്ടേക്ക് റേഡിയേഷൻ ഉള്ളിലോട്ടേക്ക് വരാൻ പറ്റും. പക്ഷേ നേരെ ഇതെന്താണ്, ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇൻസുലേഷൻ ഐഡിയും വരാത്തതുകൊണ്ട് ഏത് ഭാഗത്തൂടെ എന്ത് ചെയ്യാം, സോളാർ റേഡിയേഷൻ ഉള്ളിലോട്ടേക്ക് വരാൻ പറ്റും, ഡിഫ്യൂസർ റേഡിയേഷനൊക്കെ ഉള്ളിലോട്ടേക്ക് വരാൻ പറ്റും. ഡയറക്റ്റ് റേഡിയേഷൻ കൂടാണ്ട് വേറെ എവിടെയെങ്കിലും റിഫ്ലക്ട് ചെയ്ത് വരുന്ന റേഡിയേഷനൊക്കെ എന്ത് ചെയ്യും ഇതിലേക്ക് കൂടും. അപ്പോൾ സോ ദ ഹീറ്റ് അബ്സോർബ്ഡ് വിൽ ബി മോർ. അൺലൈക്ക് അതർ സോളാർ കളക്ടേഴ്സ്, ദ evacuated tube can collect the sun's energy from the multiple angles. ഏത് ഭാഗത്തു നിന്ന് വരുന്നതിന് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കടത്തിവിടാൻ പറ്റും. Comparatively, evacuated tube solar collectors requires lesser space and the collectors are easy to install. That is another advantage. കുറച്ച് സ്പേസേ വേണ്ടു, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്. ദേ ആർ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഓഫ് ഓൾ സോളാർ ഹോട്ട് വാട്ടർ സിസ്റ്റംസ് വെൻ ഇൻസ്റ്റാൾഡ് കറക്റ്റ്ലി. കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബാക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രാക്ടിക്കലി, പക്ഷേ അതൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഈസ് ഹാവിങ് ദ ബെസ്റ്റ് പെർഫോമൻസ്. Evacuated tube collectors can operate at a much higher temperature and as such are the preferred choice for heating applications. When the evacuated tubes breaks, which is quite rare, the tubes are cheap to replace and compared to the flat plates. അപ്പോൾ ബ്രേക്ക് ആവാനുള്ള സാധ്യത ടെമ്പറേച്ചർ കൂടുന്തോറും ഈ ഗ്ലാസ്സിനും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിന്നറായിട്ടുള്ള പ്ലേറ്റാണ് ഇപ്പം ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ തിക്നെസ്സാണ് 3 mm തിക്നെസ്, 4 mm തിക്നെസ്, അങ്ങനെ തിക്നെസ്സാണ്. അപ്പോൾ തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്താൽ വലിയ ഗ്ലാസ് ആണെങ്കിൽ സംഭവിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ വെയിലത്ത് വെച്ചത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അത്രയും തിക്കായിട്ടുള്ള ഗ്ലാസ് ട്യൂബ് യൂസ് ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ. ഇവിടെ ആകുമ്പോൾ നമ്മൾ സ്പെഷ്യൽ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ട്യൂബ്സ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു സിലിക്ക അതിൽ എന്തോ ഒരു കോമ്പണൻറ്റ് പറഞ്ഞില്ല. അപ്പോൾ ആ കോമ്പണൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടാവും. സോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇൻ കേസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി റീപ്ലേസ് ചെയ്യാൻ പറ്റും. Coming to the disadvantages of evacuated tube collectors, they are expensive. Of course, they are very expensive. Evacuated tube overheat too easily. കൂടുതൽ ഹീറ്റായി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മെയിൻ്റനൻസ് ഓഫ് ദി evacuated tube collector is difficult. മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. Applications of the evacuated tube collectors. Evacuated tube collectors are used for home heating applications as well as space heating, process heating, solar air conditioning and commercial solar heating applications. This slide is not clear. Anyway, I will be providing you the hard copy of this PPT, PDF of this PPT. You can go through that PDF. You can write down all these points easily. Okay. Now coming to the comparison between evacuated tube collector and flat plate collector. Evacuated tube collector quick heat generation is there, but here in flat plate slow heat generation. Collector efficiency
is higher as for evacuated tube collector, but whereas it is low for flat plate collector. Heat loss in the tubes during the daytime is negligible. Since the tube is evacuated, heat loss will be very less. ഡേടൈമിലായാലും എന്താണ് ഹീറ്റ് ലോസ് കുറവായിരിക്കും, പക്ഷേ അപ്പുറത്ത് ഹീറ്റ് ലോസ് വളരെ കൂടുതലായിരിക്കും. Convection and conduction loss are low in evacuated tube collectors, but convection and conduction loss are high in flat plate collector. Temperature range 60 degree to 120 degree. Here the maximum temperature that we can attain is 60 to 80 degree. The collector glass tube absorbers being cylindrical, incident sunlight on tube is 90 degree throughout the day, hence peak heat absorption always. ഞാൻ പറഞ്ഞു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്ട് എല്ലാ ഭാഗത്തുകൂടിയും എന്ത് ചെയ്യാൻ പറ്റും, സോളാർ റേഡിയേഷൻ ഉള്ളിലോട്ടൊക്കെ വരാൻ പറ്റും. പക്ഷേ ഫ്ലാറ്റ് പ്ലേറ്റിലാണെങ്കിൽ എന്താ, ആ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഭാഗത്തൂടെ മാത്രം, അപ്പർ ഫേസിലൂടെ മാത്രമേ ഈ റേഡിയേഷൻ ഉള്ളിലോട്ടൊക്കെ വരാൻ പറ്റും. ബാക്കി എല്ലാ ഭാഗവും ക്ലോസ്ഡ് ആണ്, ഇൻസുലേറ്റഡ് ആണ്. സോ ഇറ്റ് കനോട്ട് റിസീവ് റേഡിയേഷൻ ഫ്രം ഓൾ ദ ഡയറക്ഷൻസ്. It has a low maintenance. Evacuated tube collector is low maintenance, requires high maintenance in case of flat tube collector. But coming to the cost side, evacuated tube collectors are having much higher cost compared to flat plate collectors. So with this, the non-concentrated classification of the non-concentrated type collector is explained. See, you can see this side we have completed. This entire side we have explained everything. That flow. Evacuated tube collector, heat pipe, evacuated tube collector, all these things we have explained. Now in the next presentation we will be moving on to this side. Over this side we won't be explaining all these things. Coming to the concentrating collectors, we will be mostly explaining few of the collectors only. So others are just for the name being. We have, there is no I don't think it is much needed in that depth. So please go through this one. In the next presentation we will be discussing about the concentrating collectors. Okay, thank you.